ഇന്നൊരു ഡെലിലു കഥയായിട്ടാണ് ഞാൻ വരുന്നത്. ഈ ചാനൽ നേരത്തെ ഒരു കഥ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡെലിലു മാലാക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് സിമിലർ ആയിട്ടുള്ളൊരു കഥയാണ്. സോ ഡെലിഷനും ഈ പറയുന്ന ക്രിഞ്ചും ഒന്നും താല്പര്യമില്ലാത്തവർ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്യണം. സോ ദ മൊമെൻറ്റ്സ് വെർ ഐ ലീവ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ ഇന്നത്തെ കഥ നമുക്ക് ഡെലിലു റെയിൻകോട്ട് എന്നാണ്. കാരണം എന്ന് വെച്ചാൽ റെയിൻകോട്ടിന് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥയാണ്. അപ്പോൾ ഇത് കുറേ നാളായി നടന്നിട്ട്. സോ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രമായിട്ട് വരുന്ന ചേട്ടൻ ഞാൻ റെസ്പെക്ട്ഫുള്ളി പറയുന്നതാണ്. എനിക്കറിയില്ല ചെറുപ്പക്കാരനാണോ മുതിർന്ന പൗരനാണോ എന്ന് കാരണം ഇത്രയും ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം പറയാനുള്ളത്. പുള്ളിയുടെ വണ്ടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ആളും ടൂ വീലറിനാണ് വന്നത്. പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ പ്ലെയിൻ ഷർട്ടാണ് ആളിട്ടത്. പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബ്ലാക്ക് പാൻ്റ് ഉണ്ട്, പിന്നെ വൈറ്റ്, ഇടത് കൈയിലൊരു വെള്ളയാണോ സിൽവറാണോ ഇല്ല, കൈൻഡ് ഓഫ് ഒരു ക്ലാസ്സിൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയിനൊക്കെ ഉള്ളൊരു വാച്ചില്ലേ, അതാണ് ആൾ കിട്ടിയത്. വേറെ ഹെൽമെറ്റ് ആണെങ്കിലും മിന്നി കളറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല ഏതായിരുന്നു ഇതാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ കഥാനായകൻ്റെ ലുക്ക്. ഞാനൊരു 4 മണി 4:30 ആ ഒരു ടൈമിൽ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് ടൂ വീലറാണ്, ആക്റ്റീവറാണ്. ആദ്യം ഈ പറയുന്ന നായകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് മീൻസ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുമ്പോൾ പുള്ളി എൻ്റെ ഒപ്പം കയറി വരും, ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ പാവല്ലേ കയറി പോകട്ടെ മുഖത്ത് ഞാൻ സ്പീഡ് കുറച്ച് ആളെ ഓവർടേക്ക് കിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുള്ളി അങ്ങനെ സ്പീഡ് കുറച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ അടുത്ത് ഇങ്ങനെ നിർത്തണമായിരിക്കും, അതുകൊണ്ടായിരിക്കും സ്പീഡ് കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഓവർടേക്ക് കിട്ടും. ഇത് തന്നെ ഇങ്ങനെ റിട്ടേൺ അടിക്കും. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഉണ്ട് കോളേജിൽ നിന്ന് വീട് വരെ എത്തും. ഈ 20 മിനിറ്റ് ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 20 മിനിറ്റ് ഇല്ല, ഒരു 15 മിനിറ്റ്. ഓക്കെ, ലാസ്റ്റ് 5 മിനിറ്റാണ് നടക്കുന്നത് കുറേ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. അപ്പോൾ ഈ 15 മിനിറ്റിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അപ്പോൾ ഒന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വീട്ടിലെത്തണം എന്നുള്ളൊരു തോട്ടിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തോ വർക്ക് ലോഡിൻ്റെ ടെൻഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നു. നമ്മുടെ ഇവിടെ വീടെത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു വലിയൊരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോവാം. അതുപോലെ തന്നെ ആ വളവ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു നല്ല കാഴ്ചയൊക്കെയുള്ള സ്ഥലം എന്ന് വെച്ചാൽ വ്യൂ പോയിൻറ്റ് പോലെയൊക്കെയുള്ള സംഭവമുണ്ട്. പിന്നെ അവിടെ വണ്ടിയാണെങ്കിൽ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം എന്നെ ഓവർടേക്ക് ചെയ്ത് വന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെൻ്റെ ഫ്രണ്ടിൽ പോയപ്പോൾ പതിയെ വണ്ടി സ്ലോ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ കൈ കാണിക്കില്ലേ, അതുപോലെ എന്തോ എൻ്റെ അടുത്ത് കാണിച്ചു. ഐ മീൻ അതാണ് എനിക്ക് ഐഡിയ കിട്ടിയത്, അങ്ങനെയാണ് കാണിച്ചത്. ആൾ കൈ ആ ഓട്ടൊക്കെ ഇട്ടിട്ട് എന്തോ, ഞാൻ ആദ്യം കരുതിയത് ആളുടെ വാച്ചിൻ്റെ എന്തെങ്കിലും ശരിയാക്കരുത്. കാരണം വാച്ച് ഇട്ടിട്ട് കൈ കൊണ്ടാണ് ഇങ്ങനെ കുടയുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം കത്തിയില്ല. അപ്പോൾ പിന്നെയും നിർത്ത് എന്നുള്ള രീതിയിൽ കൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കും, അങ്ങനെ തന്നെ കാണിക്കുന്നു. ഞാൻ ഓക്കെ ചിലപ്പോൾ വേറെ ആരെങ്കിലും കാണിച്ചായിരിക്കാം, കാരണം നമ്മുടെ പുറകിന് വേറെ വണ്ടി കാണാം, വേറെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വണ്ടി ഉണ്ടല്ലോ, അതെല്ലാം നനഞ്ഞാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഐഡിയ ചെറുതായിട്ട് കത്തി. അതായത് ആക്ച്വലി ഞാൻ പോകുന്ന ഡയറക്ഷനിൽ മഴ എവിടെ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ വണ്ടിയെല്ലാം നനഞ്ഞിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ വളവ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാർക്കിംഗ് പോലെ സ്ഥലമുണ്ട്. അവിടെ ഈ ഷെഡിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് ആൾ റെയിൻകോട്ട് ഒരു വയലറ്റ് കളർ, അത് ഞാൻ പറയാൻ വരുമായിരുന്നു. ആക്ച്വലി ഇദ്ദേഹം ഈ റെയിൻകോട്ട് സീലിൽ വിരിച്ചിട്ടാണ് എന്നെ ഓവർടേക്ക് ചെയ്ത് പോയത്, ഒരു വയലറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഈ സാധനം ഞാൻ പറഞ്ഞ ആ പാർക്കിങ്ങിന് അവിടെ എത്തിയപ്പോൾ ഇയാളിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്നെ കുടഞ്ഞ് കാണിക്കുക ഇത് ഇടുന്നുള്ള രീതി. മീൻസ് എനിക്ക് അങ്ങനെയാണ് ഐഡിയ എൻ്റെ തലച്ചോറ് വരുന്നത്. പക്ഷേ അങ്ങനെ ചിന്തിക്കേണ്ട യാതൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല എനിക്ക്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട് എന്നുള്ള രീതി. ഞാൻ മൈൻഡ് ചെയ്തില്ല. ഞാൻ ഓക്കെ നേരെ പോകുന്നു. ഞാനപ്പോൾ ഓക്കെ വണ്ടി എടുത്ത് എൻ്റെ ചേട്ടാ എന്നോടാണ് ചോദിക്കുമ്പോൾ മേ ബി നിന്നോടല്ല കൊച്ചൻ ആ പുറകിൽ വന്ന് അവളുടെ അടുത്താണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കണമല്ലോ ഓർത്ത് നമ്മൾ എന്ത് ചെയ്തു, ചില സിനിമയിലൊക്കെ സീൻ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഏതോ ഒരു കാര്യം പറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിർത്താതെ പുള്ളിക്കര വണ്ടി എടുത്ത് നിർത്താതെ സ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. എനിക്കപ്പോൾ എങ്ങനെയെങ്കിലും വീടെത്തണം എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഞാൻ വന്ന് ഏകദേശം വീടെത്താൻ ഒരു 2 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴത്തേക്കും ഒരു സ്ഥലം മാത്രം മഴ പെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒരു സ്ക്രീൻ വെച്ചിട്ട് മഴ പെയ്യുന്ന പോലെ നമുക്ക് തോന്നി. പക്ഷെ മഴയാണ് പെയ്യുന്നത് എന്നെൻ്റെ തലച്ചോറിലേക്ക് ഈ മറ്റേ സിഗ്നൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ മഴ നനഞ്ഞു. ഈ സത്യ സ്പീഡിൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് നേരം ഉണ്ടാവുള്ളായിരിക്കും ഈ മഴയൊക്കെ, അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും എന്ന് വെച്ചു. പക്ഷേ മഴ എന്ന് പറഞ്ഞാൽ ഈ മേഘവിസ്ഫോടനം എന്നൊക്കെ പറയുന്ന പോലത്തെ മഴയായിരുന്നു. അത്രയും കടുകട്ടി മഴ ഞാൻ ആ ഒരിടയ്ക്കൊന്നും ഇങ്ങനെ കൊണ്ടിട്ടുണ്ടല്ലോ. ഭയങ്കര ഇടിച്ച് കുത്തി മഴ. എന്നിട്ട് ഈ മഴ നനഞ്ഞ് എനിക്ക് കണ്ണുപോലും കാണാൻ പറ്റുന്ന മീൻസ് അത്രയും ചാറ്റിലടിക്കുന്നുണ്ട്. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ അടുത്തോടെ ഇങ്ങനെ കയറാറുണ്ട്. കറക്റ്റ് ഒരു മഴ തുടങ്ങി 1 മിനിറ്റോളം കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് 1 മിനിറ്റ് എത്താറായപ്പോൾ ഇവിടെ ഒരു പമ്പുണ്ട്, പെട്രോൾ പമ്പ്. അതിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകും. കാരണം മെയിൻ റോഡിൽ നിന്ന് പമ്പിലേക്ക് കയറാനും പമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനും അങ്ങനെ ഒരു ബ്ലോക്കിൻ്റെ ഒരു ഏരിയ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പമ്പിൻ്റെ ഇവിടെ വന്നപ്പോഴത്തേനും ബ്ലോക്കിൽ ഞാൻ നിന്ന് മഴയത്ത് ഞാൻ നിൽക്കണം. ഞാൻ പറഞ്ഞല്ലോ മഴയുടെ ശക്തിയും കാര്യമാണ്. ഓൾറെഡി മഴ പെയ്ത് എനിക്ക് നന്നായിട്ട് തണക്കാൻ തുടങ്ങി. അപ്പോൾ സൈഡിൽ കൂടെ വണ്ടി പോകുമ്പോൾ അതിൻ്റെ കാറ്റടിച്ച് ഡബിളായി. ഞാനിങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ മഴയെ മുഴുവൻ ഇരുന്ന് കൊള്ളണം. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാണാനും പറ്റുന്നില്ല, എന്ത് ചെയ്യുന്ന ഓർത്ത് വിഷമിച്ചിരുന്നപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ പുറകിലായിരുന്നു ഞാൻ പറഞ്ഞു, ഞാൻ ഓവർടേക്ക് ചെയ്ത് വന്നതാണ്. അപ്പോൾ ആൾ ഫ്രണ്ടിൽ വന്ന് ഞാനപ്പോൾ സൈഡ് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേന് ആളെ കണ്ടു.
ആളെ കണ്ട ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്രയും അങ്ങോട്ട് നിന്ന് ആ ഒരു സീനിലാണ് ഞാൻ കാണുന്നത്. എന്നെ കണ്ടത് ആൾ നോക്കി ചിരിക്കുന്നില്ല. അപ്പോൾ ചിരിക്കും മീൻസ് ഈ ബംസ് ഉള്ള സംഭവമില്ല, അതിങ്ങനെ പൊങ്ങി വരുന്നത് ഞാൻ കാണുന്നത്, എന്നെ നോക്കി ചിരിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ അപ്പോൾ സ്വയമായിട്ട് നമ്മൾ ഓൾറെഡി മഴ നനഞ്ഞിരിക്കുന്നു, വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, ബ്ലോക്ക്, ഇതെല്ലാം കൂടെ ഒന്ന് മൂടൊരു നെഗറ്റീവ് വൈബിൽ നിൽക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്കത് ഫീൽ എന്നെ കളിയാക്കി ചെയ്ത് വെച്ചത്, അതായത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ കുറച്ച് കളിപ്പായി എന്ന് പറഞ്ഞ് ഞാൻ നേരെ നോക്കിയിട്ട് ഞാൻ പിന്നെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് വന്നു. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ വന്നില്ല, കാരണം പിന്നെ അങ്ങോട്ട് ഭയങ്കര മഴ ചെയ്തിട്ട് ഞാൻ എൻ്റെ സൈഡിൽ കടയിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ തന്നെ ആളങ്ങ് വീട്ടിൽ കയറി പോയി. സോ ഇത് നമ്മുടെ പാർട്ട് 1.